ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് മൂന്നാറിലെ കല്ലാർ എസ്റ്റേറ്റിനുള്ളിലെ മാലിന്യ പ്ലാന്റിൽ വലിയ തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും തീ അണയാത്തത് നമുക്ക് കാണാൻ കഴിയും. പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും മറ്റ് അധികൃതരും എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ദ്രുതഗതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 15 മണിക്കൂറുകൾ പിന്നിടുന്നു തീ ആരംഭിച്ചിട്ട് ഇപ്പോഴും അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ടൺ കണക്കിന് മാലിന്യശേഖരം ഉണ്ടായിരുന്ന ഇടമാണ്. എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ചില ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്ന് പ്രാഥമിക ഘട്ടത്തിൽ പറഞ്ഞെങ്കിലും നാട്ടുകാരടക്കം അതിനെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നു. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായെന്നാണ് പറയുന്നത്? അതേ, എൻ്റെ പേര് സുഭാഷാണ്. ഞാൻ ഇവിടുത്തെ നാട്ടുകാരാണ്. ഈ വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. അതുമാത്രമല്ല, BJPയുടെ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻറ്റും കൂടിയാണ്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങൾ ഇതുപോലെ തന്നെ നേരത്തെ അവർ കത്തിച്ചു ഞങ്ങൾ പ്രശ്നം നാട്ടുകാരൊക്കെ കയറിയിട്ട് നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാലിന്യം കൊണ്ടുവരുന്ന വണ്ടി ഞങ്ങൾ അകത്ത് കയറ്റൂല എന്ന് പ്രശ്നം ഉണ്ടാക്കി. അതുമാത്രമല്ല, അത് 10-15 വർഷങ്ങളായിട്ട് ഇത് സ്ഥിരം നടക്കുന്ന പരിപാടിയാണ്. അവർ മാലിന്യം പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്ലാന്റ്. പക്ഷേ അത് ചെയ്യുന്നില്ല. ചെറുതായിട്ട് ഒരു സൈഡിൽ അവർ കത്തിച്ച് വിട്ടിട്ട് അവസാനം അറിയാതെ കത്തിപ്പോയി. പിന്നെ ഫുട്ടേജ് ഇല്ല. അങ്ങനെ ഇത് പറഞ്ഞ് കാലം കടത്തി പോവുക. അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ ഞങ്ങളുടെ സമരം ഒരു മാലിന്യം സംസ്കരിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇടവേളകളിൽ ഇത് സ്വയം തീയിട്ട് നശിപ്പിക്കുകയാണെന്നുള്ളതാണ്. അതെ, അതാണ് സത്യം. പഞ്ചായത്ത് തലത്തിൽ തന്നെ അവരെ പണിയെടുക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ അവർ തന്നെ ചെയ്തിട്ട് ഇത് അറിയാതെ കത്തിപ്പോയി. അറിയാതെ എങ്ങനെ ഫയർ വരുന്ന മാലിന്യമുള്ള സ്ഥലത്തേക്ക് ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന മാലിന്യമാണ്, പ്ലാസ്റ്റിക്കാണ് ഏറ്റവും അധികം കത്തിയതെന്നാണ് പറയുന്നത്. ഇത് അവരങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി 10-ാം തീയതി അവർ കത്തിച്ച് വിട്ടത്, അതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതില്ലാത്ത സബ് കളക്ടർ വന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ മാലിന്യം മൊത്തം മാറണം, ഈ മാലിന്യ പ്ലാന്റ് തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ലാന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ജനനടമാട്ടം ഇല്ലാത്ത സ്ഥലത്തേക്ക് പഞ്ചായത്ത് അത് മാറ്റട്ടെ. അതാണ് ഞങ്ങളുടെ 15 വർഷത്തിന് മുകളിലാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മാലിന്യ പ്ലാന്റിനെതിരെ പൊതുവിൽ വലിയ പ്രതിഷേധം ഈ നാട്ടുകാർക്കുണ്ട്. കൂടാതെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇടക്കാലങ്ങളിൽ കൃത്യമായി ഇടവേളകളിൽ തീ പടരുന്നത് ഇവിടെ സ്ഥിരം സംഭവമാണ്. അത് അധികൃതർ മാലിന്യം സംസ്കരിക്കുന്നതിന് പകരം നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ്. ഇന്നലെയും ഉണ്ടായിരിക്കുന്ന തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഇതേവരെ വ്യക്തമല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട മൂന്നാർ പഞ്ചായത്ത് ഒരു പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട്. അതിന്മേൽ അന്വേഷണം നടക്കുകയാണ്. CCTV അടക്കം പരിശോധിക്കണമെന്ന വിശദീകരണമാണ് പോലീസും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് മാലിന്യം കത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ടൂറിസ്റ്റ് മേഖലയായ മൂന്നാറിൽ നിന്നടക്കം എത്തുന്ന മാലിന്യം ശേഖരിക്കുന്നത് ഇവിടെയാണ്. ടൺ കണക്കിന് മാലിന്യം ഉണ്ടായിരുന്നു. വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പ്ലാസ്റ്റിക്കാണ് ഏറ്റവും അധികം കത്തിപ്പോയത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. മാലിന്യ പ്ലാന്റിലെ ഉപകരണങ്ങളടക്കം ഹൈഡ്രോളിക് സിസ്റ്റം അടക്കം നശിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ട് സംഭവം ഉണ്ടായി? തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി എന്തുകൊണ്ട് ഇടപെടൽ ഉണ്ടായില്ല? മണിക്കൂറുകൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ട് തീയണയ്ക്കാനായില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ഷെറിൻ മോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.